ഹലോ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷിജിന ഷാജി. യൂട്യൂബിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അത്താഴം നേരത്തെ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. സാധാരണഗതിയിൽ അത്താഴം കഴിക്കേണ്ട ഒരു കൃത്യമായ ഒരു സമയം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ച് ഒരു 30 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ വൈകിട്ടത്തെ അത്താഴം കഴിച്ചിരിക്കണം. അതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള സമയം. ചിലപ്പം അത് 6:30ക്കാണ് ഇപ്പം സൂര്യൻ അസ്തമിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 7 മണി തൊട്ട് 7:30ക്കുള്ളിൽ നമ്മൾ നമ്മുടെ രാത്രിയത്തെ ആഹാരം കഴിച്ചിരിക്കണം. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരമാണെങ്കിൽ കൂടി അത് ദഹിക്കാനായിട്ട് 3 തൊട്ട് 4 മണിക്കൂർ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അത്താഴം 7:30ക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മണിയാകുമ്പോൾ നമ്മൾ കഴിച്ച ആഹാരം ദഹിച്ച് നമുക്ക് സുഖകരമായി കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദഹിക്കാത്ത ആഹാരം നമ്മുടെ ആമാശയത്തിലുള്ള അതുമായിട്ടാണ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് വളരെയധികം കാരണമാകാറുണ്ട്. പലപ്പോഴും നമുക്ക് രാത്രി ഉറക്കക്കുറവ് ഉണ്ടാകുന്നതിനും പലപ്പോഴും രാത്രി ഉണർന്നു വരുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആഹാരം, നമ്മുടെ വൈകിട്ടത്തെ ഡിന്നർ നമ്മൾ വളരെ താമസിച്ച് ലേറ്റായിട്ട് കഴിക്കുന്നതാണ്. അത്താഴം വളരെ ലേറ്റായിട്ട് കഴിച്ച് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ രാത്രി നമ്മൾ ഒരു വയറ് നിറച്ച് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് മറ്റ് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇത് നമ്മൾ പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കഴിച്ച ആഹാരം അത് എനർജി, അതിൽ നിന്നുണ്ടാകുന്ന എനർജിയും ഊർജ്ജത്തെ നമ്മുടെ ശരീരം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഈ സ്റ്റോർ ചെയ്യുന്നത് കാരണം നമുക്ക് അനിയന്ത്രിതമായി തടി കൂടുന്നതിന് ഒരു വലിയൊരു കാരണമാണ്. അത് മാത്രമല്ല നമ്മുടെ ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നതിന് ഇതൊരു വലിയൊരു കാരണമാണ്. ഇത് നമുക്ക് ഭാവിയിൽ ഡയബറ്റിക്സ് മെലിറ്റസ് പോലുള്ള പ്രമേഹം പോലുള്ള രോഗങ്ങളുണ്ടാകാൻ ഇതൊരു കാരണമാകാറുണ്ട്. ഇങ്ങനെ ഒരു ഹെവി മീൽ രാത്രി കഴിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് അതിറോസ്ക്ലീറോസിസ് പോലുള്ള രോഗങ്ങൾ, അതായത് ഹാർട്ടിൻ്റെ രക്തക്കൊഴകളിൽ കൊഴുപ്പടിഞ്ഞിട്ട് ഉണ്ടാകുന്ന അതിറോസ്ക്ലീറോസിസ് പോലുള്ള രോഗങ്ങളുണ്ടാകാൻ വളരെ ചാൻസ് ഉണ്ട്. ഹൃദ്രോഗ സാധ്യത ഒരുപാട് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ കൂടാൻ ഇതൊരു വലിയൊരു കാരണമാണ്. ഇതിനെല്ലാം ഉപരി ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷറിന് ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ വളരെ ലേറ്റായിട്ട് ആഹാരം കഴിച്ചിട്ട് കിടക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് രാത്രി സുഖകരമായി കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ആമാശയത്തിൽ കിടക്കുന്ന ഫുഡ്, നമുക്ക് ദഹിക്കാതെ കിടക്കുന്ന ഫുഡ് പലതരത്തിലുള്ള ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാകും. ചിലവർക്ക് നെഞ്ചരിച്ചിലും പുളിച്ചുതട്ടലിനും ഇതൊരു കാരണമാകാറുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രനിൽ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് പലപ്പോഴും വിശപ്പുണ്ടാക്കുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ പകൽ സമയത്ത് ഇതിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. എന്നാൽ ഇതൊരു 7 മണി തൊട്ടുള്ള, അതായത് സന്ധ്യ കഴിഞ്ഞ സമയം തൊട്ട് ഇതൊരു മന്ദഗതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ ലേറ്റായിട്ട് ആഹാരം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം കൂടാനൊരിടയാറുണ്ട്. ഇതുകൊണ്ടാണ് ഒരു ഹെവി മീല് രാത്രി കഴിച്ചിട്ട് കിടക്കുന്നവർക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ വിശപ്പ് അനുഭവപ്പെടുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ രാത്രി കഴിക്കുന്ന ആഹാരത്തിൽ 50% പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങിയത് തന്നെയായിരിക്കണം. അതിൽ 25% മാത്രം കാർബോഹൈഡ്രേറ്റും 25% പ്രോട്ടീനും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കറി വെച്ച ചിക്കൻ കഴിക്കാം, കറി വെച്ച മത്സ്യം നിങ്ങൾക്ക് കഴിക്കാം. റെഡ് മീറ്റ് നിങ്ങൾക്ക് കഴിവതും നിങ്ങൾ രാത്രി ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ ധാരാളം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പച്ചക്കറികൾ വെച്ചുള്ള സാലഡുകൾ, പലതരത്തിലുള്ള സാലഡുകൾ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാല് രാത്രി കാച്ചി കുടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ട നിങ്ങൾക്ക് കഴിക്കാം. ഇതിനെല്ലാം ഉപരി നിങ്ങൾക്ക് നട്ട്സും സീഡ്സും നിങ്ങൾക്ക് രാത്രി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന്, എത്രയും നേരത്തെ നിങ്ങൾക്ക് അത്താഴം കഴിച്ചിട്ട് കിടക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കഴിക്കണം. ഇനി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള നൈറ്റ് ഡ്യൂട്ടികൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിവതും നേരത്തെ തന്നെ ആഹാരം കഴിക്കുക. നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത്, അതായത് പകൽ നിങ്ങളൊരു 8 മണി വരെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതുപോലെ തന്നെ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ കഴിക്കാവുന്നതാണ്. വെള്ളവും രാത്രി നിങ്ങൾക്ക് കുടിക്കാം, അതിനും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ഓർക്കുക, രാത്രി കിടക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ കഴിക്കാൻ നോക്കുക. നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ട് വന്ന് ഉടനെ കിടക്കാനായിട്ട് ശ്രമിക്കരുത്.
കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണേൽ കുറച്ച് നേരം നടക്കാം, നിങ്ങൾക്ക് ചെടി പരിപാലിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫുഡ് ഒന്ന് ദഹിച്ചതിന് ശേഷം നിങ്ങൾക്ക് വന്ന് കിടക്കുക. ഇത് നിങ്ങൾക്ക് നല്ല സുഖകരമായ ഒരു നിദ്ര ഉണ്ടാകാൻ ഇത് സാധിക്കും. നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിക്കും. ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ നടക്കും. അതുകൊണ്ട് ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.